പിന്നെ ഞാൻ ഉന്നയിച്ചൊരു പ്രശ്നത്തെക്കുറിച്ച് സുജയ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അത് ഈ ബിജു രമേഷിനെ വിശ്വസിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ അനിമോനെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ ബിജു രമേഷിനെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അനിമോനെ അവിശ്വസിക്കുന്നു ആ പ്രശ്നമല്ല ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞത് ബിജു രമേശ് ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ആ ആരോപണം വളരെ കൃത്യതയോടുകൂടി ഉന്നയിച്ചു എന്നുള്ളതാണ്. ആരോപണമാണ്, പക്ഷേ ഉന്നയിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഒരു മറയും അയാൾ വെച്ച് പുലർത്തിയിട്ടില്ല. അയാൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് KM മാണിക്ക് 1 കോടി രൂപ കൊടുത്തു എന്ന് തന്നെയാണ്. രണ്ടാമത് അദ്ദേഹം ആ കേസിൻ്റെ അടുത്ത ഘട്ടത്തിൽ മജിസ്ട്രേറ്റ് മുമ്പാകെ പോയി കൊടുത്ത 164 സ്റ്റേറ്റ്മെൻറ്റിലാണ് KPCC അധ്യക്ഷനായ രമേശ് ചെന്നിത്തലയും ആരോഗ്യമന്ത്രിയായ VS ശിവകുമാറിനെയും അതുപോലെ തന്നെ അന്നത്തെ എക്സൈസ് മന്ത്രിയായ K ബാബുവിനെയും ഡയറക്റ്റായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് ഇവർക്കും ഇതിൽ പങ്കുണ്ട്, ഇവർക്കും പണം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ബിജു രമേശ് ഈ രീതിയിൽ ആരാണ് പണം ചോദിച്ചത്, ആരാണ് പണം കൈപ്പറ്റിയത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ബിജു രമേശിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ കേസ് വലിയൊരു കേസാവുകയും പല ഏജൻസികൾ അന്വേഷിക്കുകയും അക്കാര്യത്തിൽ ഹൈക്കോടതി വരെ പോവുകയും ഹൈക്കോടതി അക്കാര്യത്തിൽ കമൻറ്റ് പറയുകയും മാണിക്ക് രാജിവെക്കേണ്ടി വരികയൊക്കെ ഉണ്ടായ സാഹചര്യങ്ങളുണ്ടായത്. അത് ജനങ്ങളും ഏറ്റെടുത്തു. കാരണം വളരെ കൃത്യമായിട്ടാണ് ആ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അത് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വേറെ കാര്യമാണ്. ഇവിടെ ഇപ്പോൾ അനിമോൻ്റെ ശബ്ദരേഖ നമ്മുടെ മുന്നിലുള്ളതിനകത്ത് അനിമോൻ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരാളുടെ പേര് പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഒരു മന്ത്രി പൈസ വാങ്ങിച്ചു, അല്ലെങ്കിൽ മന്ത്രി പൈസ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി പൈസ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഒരു മുന്നണി ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടു, ഇതൊന്നുമില്ല. നമുക്കിതാ മദ്യനയം വരാൻ പോകുന്നു. അങ്ങനെ മദ്യനയം വരാൻ പോകുമ്പോൾ നമുക്ക് ചില സൗജന്യങ്ങൾ വേണം. ആ സൗജന്യങ്ങൾ ഡ്രൈഡേ ഒഴിവാക്കലാണ്, സമയം കൂട്ടിയെടുക്കലാണ്, അതിന് നമ്മൾ പൈസ സമാഹരിക്കണം, അത് കൊണ്ടുപോയി കൊടുക്കണം. ഇങ്ങനെ ഒരാൾ പറഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും ഡയറക്റ്റല്ല. ഇത് ആരെക്കുറിച്ച് പറഞ്ഞു എന്നില്ല, ഏത് പാർട്ടിയെക്കുറിച്ച് പറഞ്ഞു എന്നില്ല. ആ അർത്ഥത്തിൽ ഇത് ദുർബലമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് എവിടെയും സ്റ്റാൻഡ് ചെയ്യത്തില്ല. അന്വേഷണം നടത്താൻ പറയുന്നുണ്ടല്ലോ, DGPക്ക് പരാതി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ അന്വേഷണം എങ്ങനെയാണ്? ഈ അനിമോൻ എന്ന വ്യക്തിയിലേക്ക് മാത്രമാണോ വേണ്ടത് എന്ന് നമുക്കൊരു അഭിപ്രായമായിട്ട് പറയാമല്ലോ. അപ്പുറത്ത് ഇദ്ദേഹം പറയുന്നു പണം പിരിക്കുന്നത് കെട്ടിട നിർമ്മാണത്തിനാണെന്ന് സുനിൽകുമാർ പറയുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ആലോചനകളാണ് നടത്തിയിട്ടുള്ളതെന്ന് പറയുന്നു. പക്ഷേ ആ ചർച്ചയുടെ അജണ്ട എന്താണെന്ന് പുറത്തു വന്നിട്ടുള്ളതാണ്. അതല്ല ചർച്ച ചെയ്തിട്ടുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അങ്ങോട്ടേക്ക് അന്വേഷണം പോകുമോ? അഥവാ സർക്കാരിൽ നിന്നും ആരാണ് ഇവിടെ ഒരു നയം പോകാൻ കഴിയില്ല ഈ അന്വേഷണത്തിന്. അതെങ്ങനെയാണ്? കാരണം വെച്ചാൽ അതാ ഞാൻ പറയുന്നത്, ഈ കേസ് വളരെ ദുർബലമാണ്. ഇത് രണ്ടാം ബാർക്കോഴ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനെ അത്ര വലിയൊരു സംഭവമാക്കി മാറ്റേണ്ട. കാരണം ഇത് നിലനിൽക്കില്ല. അതാണ് എൻ്റെ കാര്യം. ബേസിക്കലി നിലനിൽക്കില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ DGPക്ക് MP രാജേഷ് പരാതി കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും അനിമോനെയാണല്ലോ ആദ്യം കസ്റ്റഡിയിൽ എടുക്കേണ്ടത്. അനിമോൻ്റെ ഫോൺ പിടിച്ചെടുക്കണമല്ലോ. പിന്നെ അനിമോൻ ഈ പറയുന്ന യോഗത്തിൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള അറിയണമല്ലോ. അത് ഈ പറയുന്ന കൊച്ചി ഹോട്ടലിലെ ഈ പറയുന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം. ഇങ്ങനൊരു യോഗം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ അർത്ഥത്തിലൊക്കെയാണ് ഈ അന്വേഷണം നടക്കുക. അതല്ലാതെ ഈ പറയുന്ന നേരെ പോയിട്ട് സർക്കാർ ആരെങ്കിലും ഒരു ഏജന്റിനെ അങ്ങോട്ട് വിട്ടോ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു വ്യക്തി ഇടനില നിന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇടനില നിന്നോ ഇങ്ങോട്ടൊന്നും ഈ അന്വേഷണത്തിന് പോകാനേ കഴിയില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. കാരണം ഇത് ഒട്ടും ക്ലിയർ ആയ ഒരു കേസല്ലെന്നേ. ഇതിനകത്ത് ഒരാൾ പറഞ്ഞിരിക്കുകയാണ്, ഞാനിപ്പോൾ പറയുകയാണ്, നമുക്ക് കുറച്ച് പൈസ സംഘടിപ്പിക്കണം, നമുക്കൊരു പുതിയ ചാനലിൻ്റെ ലൈസൻസ് എടുക്കാം, ആ ലൈസൻസിന് നമുക്ക് കേന്ദ്രത്തിലേക്ക് പൈസ കൊടുക്കാം, അങ്ങനെ നമുക്ക് കുറച്ച് പൈസ സമാഹരിക്കണം എന്ന് ഞാൻ പറഞ്ഞ ഉടനെ തന്നെ കേന്ദ്രത്തിലെ ഈ പറയുന്ന അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന INB മിനിസ്റ്റർ ഇംപ്ലിക്കേറ്റഡ് ആയോ? അല്ലെങ്കിൽ ഈ പറയുന്ന അവിടുത്തെ INB സെക്രട്ടറി ഇംപ്ലിക്കേറ്റഡ് ആയോ? ഇല്ലല്ലോ. ഞാനങ്ങനെ എവിടെയും തൊടാത്തൊരു സന്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്ദേശം പറഞ്ഞ ആൾ വാക്കുണ്ട് സാർ, അതിൽ മദ്യനയം വരാൻ പോകുന്നു, ഇൻഫർമേഷൻ ക്ലിയർ ആണല്ലോ. അത് അനിമോൻ പറയുമ്പോഴാണോ നമ്മൾ ആദ്യം കേൾക്കുന്നത്? അല്ല. അങ്ങനെ ഒരു ആലോചന സർക്കാർ തലത്തിൽ, ഉദ്യോഗസ്ഥ തലത്തിലെങ്കിലും പ്രൊവൈഡഡ്, മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനെ ഒരു നയത്തിലേക്കൊക്കെ ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്ത് തുടങ്ങുമോ എന്ന് എനിക്കറിയില്ല. സുജയ പറയുന്നതിന്റെ ആ എക്സ്റ്റൻഷനിലേക്ക് ഒരു ഭാഗത്ത് ഇത് മദ്യനയം ഒരു ശരി, ഒരു സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരിക്കൽ മാത്രം പ്രഖ്യാപിക്കുന്നതല്ല മദ്യനയം. മദ്യനയം എല്ലാ വർഷവും പ്രഖ്യാപിക്കും. എല്ലാ വർഷവും മദ്യനയം പ്രഖ്യാപിക്കുന്നത് ഏത് സമയത്താണെന്ന് നമുക്കറിയാലോ. അത് മാർച്ചിലാണ് പ്രഖ്യാപിക്കുക. ഇപ്രാവശ്യം മാർച്ചിൽ പ്രഖ്യാപിക്കാതിരുന്നത് തെരഞ്ഞെടുപ്പ് കൊണ്ടാണ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഉടനെ മദ്യനയം ഉണ്ടാകുമെന്ന് പറയാൻ പുതിയൊരു ഇൻഫർമേഷൻ ഒരു മദ്യവ്യവസായിക്ക്. പക്ഷേ മദ്യനയത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ അത് ഏത് തരത്തിലാണ്? അത് മാറ്റങ്ങൾ നമുക്ക് അനുകൂലമായ രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് ഈ പണം കൊടുക്കാം. നേരത്തെ MP രാജേഷ് ടെലിഫോൺ ലൈനിൽ എന്നോട് പറഞ്ഞത്, അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ മദ്യനയം പ്രഖ്യാപിക്കുന്ന ദിവസം രാവിലെ എല്ലാ മാധ്യമങ്ങളും ഹെഡ്ലൈൻ വാർത്തയായി പറഞ്ഞത് ഡ്രൈ ഡേ പിൻവലിക്കും എന്നാണ്.
ഡ്രൈ ഡേ പിൻവലിച്ചില്ലല്ലോ എന്നാണ് ചോദ്യം. ഇവിടെ അനിമോൻ്റെ വോയിസ് ക്ലിപ്പിൽ പറയുന്നത് എന്താണ്? പുതിയ പോളിസി ഉടൻ വരുന്നതാണ്. 1-ാം തീയതി ഡ്രൈ ഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിലും പറഞ്ഞതാണ്. ഇതൊക്കെ ചെയ്തു തരണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പിൽ പറയുന്നത്. ആർക്ക് കൊടുക്കണം? രാജേഷിന് കൊടുക്കണോ? ഗോവിന്ദന് കൊടുക്കണോ? വിജയന് കൊടുക്കണോ? ഈ കാര്യം പറഞ്ഞാൽ മതി. അവർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണം. അത് മാത്രമല്ലെന്ന് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ അനിമോനെ അറസ്റ്റ് ചെയ്യുന്നു. അനിമോനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അനിമോനൊരു മൊഴി കൊടുക്കത്തില്ല, എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്നുള്ളത്. അപ്പൊ അനിമോൻ പറയട്ടെ, ആർക്കാണ് കൊടുക്കേണ്ടത്? രാജേഷിനാണോ കൊടുത്തത്? ഗോവിന്ദനാണോ കൊടുത്തത്? ഈ പറഞ്ഞ അല്ലെങ്കിൽ CPM കൊടുത്തോ, CPI കൊടുത്തോ? ഇതൊക്കെ അനിമോൻ പറയട്ടെ. അവിടെ മുതൽ ഈ ഇവിടുത്തെ പ്രശ്നം എന്താ അറിയാം? ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഈ നിൽക്കുന്ന ശബ്ദരേഖ വെച്ചിട്ടൊരു കേസ് ഫ്രെയിം ചെയ്യാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരൊറ്റയാളെ കുറിച്ച് പറയുന്നില്ല, ഒരു പാർട്ടിയെ കുറിച്ച് പറയുന്നില്ല. അനിമോനൊരു കാര്യം ഇങ്ങനെ പരത്തി പറഞ്ഞു പറയട്ടെ. ഒറ്റ വരിയിൽ അവസാനിപ്പിക്കാം. അനിമോൻ പരത്തി പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന് മുൻപുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, പിരിവ് ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ടെന്ന് സംഘടനയുടെ പ്രധാനപ്പെട്ട മറ്റൊരു നേതാവും പറഞ്ഞത് പൊതുമധ്യത്തിലുണ്ട്. അപ്പോൾ അത് അയാൾ സർക്കാരിനെ ഫേവർ ചെയ്തും മറ്റേത് പിരിക്കാൻ ആവശ്യപ്പെട്ടും പറയുന്ന 2 ഡയലോഗ്സ് ഇപ്പോൾ തന്നെ പൊതു അന്വേഷണം ആ രൂപത്തിലേക്കൊക്കെ പോകുമെന്നാണ് നമുക്കറിയാം. ഒരു മിനിറ്റേ ഉള്ളൂ. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിലവാരത്തിൽ സർക്കാരിലേക്ക് ഇത് കൊണ്ടുചെന്ന് എത്തിക്കണമെങ്കിൽ അതിന് പാകത്തിലുള്ള ഒരു മെറ്റീരിയൽ ഇപ്പുറത്തില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. നിലവിലില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. പിന്നെ അറസ്റ്റ് ചെയ്ത് ഇനി അയാൾ പോയിട്ട് രഹസ്യം മൊഴി കൊടുക്കുകയോ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ പോലീസിന് മൊഴി കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആരെയുടെങ്കിലുമൊക്കെ പേരൊക്കെ പറയുകയോ അത്തരം കാര്യങ്ങൾ വാർത്തയായിട്ട് പുറത്തു വരികയൊക്കെ ചെയ്യുമ്പോഴേക്കും ഇതൊരു കേസായി മാറും. സുജിയുടെ പോയിന്റ് ഇത്രേ ഉള്ളൂ. എല്ലാവരും അഴിമതിക്കാരാണ്. വരേണ്ട ആവശ്യമില്ല. Meet the editors.